പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വെറ്റിനറി സർവകലാശാല VC. ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ MK നാരായണനെയും ഡോക്ടർ കാന്തനാഥിനെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അഭിജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഇരുവരും ഈ DC-ക്കെതിരെയും ഡീനിനെതിരെയും അസിസ്റ്റന്റ് വാർഡനെതിരെയും ഒക്കെ നടപടി വേണമെന്ന ആവശ്യം വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇക്കാര്യം പലതവണ ഡീനിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണോ ഇത്തരമൊരു നടപടി? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശാലിമ ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏതായാലും സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഇപ്പോൾ അസിസ്റ്റന്റ് വാർഡനെയും ഒപ്പം തന്നെ ഡീനെയും വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ PC ശശീന്ദ്രൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും ഈ ഇരുവർക്കുമെതിരെയുള്ള സസ്പെൻഷൻ ഉത്തരവ് അല്പസമയം മുമ്പാണ് പുറത്തിറങ്ങിയത്. നേരത്തെ തന്നെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ വെറ്റിനറി സർവകലാശാല VC തന്നെ ഇത്തരത്തിൽ ഡീൻ പ്രൊഫസർ MK നാരായണനോടും ഒപ്പം തന്നെ ഈ ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയനായിട്ടുള്ള ഡോക്ടർ കാന്തനാഥിനോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ചോദിച്ചിരുന്നു. അങ്ങനെ വിശദീകരണം അത് സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നിപ്പോൾ രാവിലെ 10 മണി വരെ 10:30 വരെ ഇത്തരത്തിൽ നേരത്തെ സമയം ചോദിച്ചിരുന്നത്. അങ്ങനെ അത് സമയം നീട്ടി നൽകുകയും പിന്നീട് അതിൻ്റെ കാലാവധി സമയപരിധി അവസാനിക്കുകയും ചെയ്ത ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏതായാലും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ നേരത്തെ പ്രതികരിച്ച മന്ത്രി ചിഞ്ചു റാണി തന്നെ ഇത്തരത്തിൽ വെറ്റിനറി സർവകലാശാല VC-യോട് ഈ ഡീനെയും ഒപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഇരുവരുടെയും ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കൃത്യവിലോപമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നതുമാണ്. ഏതായാലും അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു കൃത്യമായ വ്യക്തത ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഏതായാലും ഇരുവർക്കുമെതിരെ തുടരന്വേഷണ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഈ വിശദീകരണം ചോദിച്ചതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് കൂടി ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇരുവരും സമർപ്പിച്ച വിശദീകരണം അത് തൃപ്തികരമല്ല എന്നതാണ് പ്രധാനമായും വെറ്റിനറി സർവകലാശാല VC തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിശദീകരണ കുറിപ്പിൽ ഇവർ പ്രധാനമായും തന്നെ പറഞ്ഞിരുന്നത് ഈ മരണവിവരം അത് കൃത്യമായി തന്നെ കുടുംബങ്ങളെ അറിയിച്ചു, ഈ കുടുംബത്തെ കൃത്യമായി അറിയിച്ചു, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായി ഇടപെട്ടു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നടത്തിയ അന്വേഷണത്തിൽ തന്നെ ഈ മരണവിവരം ഡീനല്ല കുടുംബങ്ങളെ അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി അത് കണ്ടെത്തുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യമൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇരുവരുടെയും ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നതടക്കമുള്ള കണ്ടെത്തലിലേക്ക് ഈ അന്വേഷണം വഴിമാറുകയൊക്കെ തന്നെ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുവരെയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി കഴിഞ്ഞ ദിവസം ചുമത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, ഒപ്പം തന്നെ തടഞ്ഞുവയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു, മർദ്ദനം തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ചുമത്തിയിരുന്നതെങ്കിൽ ഏതായാലും കൊലക്കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ വീഴ്ച വരുത്തിയ ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡീൻ പ്രൊഫസർ MK നാരായണനും ഒപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥിനുമാണ് ഡോക്ടർ കാന്തനാഥിനെയുമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേരിട്ട് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ, സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടി നടന്നപ്പോൾ അതിൽ നേരിട്ട് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വിശദീകരണമായി ഡീൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ കഴമ്പില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണം നടന്നതിന് പിന്നാലെ തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിപക്ഷ സംഘടനകൾ വലിയ തരത്തിലുള്ള മാർച്ചും അക്രമാസക്തമായ സാഹചര്യങ്ങളിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് വയനാട് കണ്ടു. ഇന്നിപ്പോൾ കണ്ണൂരിലും തിരുവനന്തപുരത്തും KSUവിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ DIG ഓഫീസ് മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ വിഷയം ഏറ്റെടുത്ത് സർക്കാരിനെതിരെ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നൊരു ഘട്ടം കൂടിയുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ മുൻ VC ആയിരുന്ന ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ ഗവർണർ അസാധാരണമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ്
നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. അദ്ദേഹം അന്ന് പ്രതികരിച്ചിരുന്നത് ഈ സംഭവത്തിൽ കൂടുതൽ വിശദീകരണം ചോദിച്ച ശേഷം ഡീനെയും ഒപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡനെയും താൻ സസ്പെൻഡ് ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പൊടുന്നനെ ഇത്തരത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ തന്നെയും മുൻ VC നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ തന്നെ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ഒരു പ്രതികരണം കൂടി വന്നത് മുൻ VCയെ സസ്പെൻഡ് ചെയ്തത് ഗവർണർ സസ്പെൻഡ് ചെയ്തത് ശരിയായില്ല, സർക്കാരുമായി കൂടിയാലോചന നടത്തിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഡീനെതിരെ അല്ലെങ്കിൽ ഡീനിൻ്റെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ അത് കൃത്യമായി നടത്തുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. പിന്നാലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കഴിഞ്ഞ 3 ദിവസം മുമ്പ് മാധ്യമങ്ങളോട് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ വ്യക്തമാക്കിയെങ്കിലും അതിലുൾപ്പെടെ പൊരുത്തക്കേടുകളും സംശയങ്ങളും ദുരൂഹതകളും കൂടി ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ ചുമതല ഏറ്റെടുത്ത VCയോട് തന്നെ മന്ത്രി ജെ ചിഞ്ചുറാണി വ്യക്തമാക്കിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം ചോദിച്ച ശേഷം അതിൽ തെറ്റുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നടപടിയെടുക്കണമെന്ന് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ്റെ കുടുംബം ഈ ഡീനെതിരെ ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഡീനിന് മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം കുടുംബത്തോട് മറച്ചു വെച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ സിദ്ധാർത്ഥിൻ്റെ അമ്മാവനെയും ഷുബു ഉൾപ്പെടെയുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും അതിലൊക്കെ തന്നെയും ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏതായാലും ഡീൻ പ്രൊഫസർ MK നാരായണനെയും ഒപ്പം അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് വെറ്റിനറി സർവകലാശാല VC ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ശാലിമ. ശരി, ഡീനെതിരെയും അസിസ്റ്റന്റ് വാർഡനെതിരെയും ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് VC. ഇരുവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട്. അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.